ഹലോ, ഞാൻ പി സി ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. 55ാമത് സ്റ്റേറ്റ് ഫിലിം അവാർഡ് അടുത്ത ദിവസം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഏതെല്ലാം സിനിമകൾ, ആരെല്ലാം അഭിനേതാക്കൾ അവാർഡിന് അർഹമാകുമെന്നുള്ള കാര്യത്തിന് പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ 200-ലധികം സിനിമകളിൽ 128 സിനിമകളാണ് അവാർഡിനായി അപേക്ഷിച്ചത്. അതിലവസാനം പ്രശസ്ത നടനായ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള അവാർഡ് കമ്മിറ്റി 38 സിനിമകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നുമാണ് മികച്ച സിനിമകളെയും മികച്ച അഭിനേതാക്കളെയും മികച്ച സാങ്കേതിക വിദഗ്ധരെയെല്ലാം തെരഞ്ഞെടുക്കേണ്ടത്. ഈ പ്രാവശ്യത്തെ ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മികച്ച അഭിനേതാവായുള്ള മത്സരത്തിൽ മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി മോഹൻലാലും ബെസ്റ്റ് ആക്ടറുള്ള മത്സരത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. ഈ പേരുകളാണ് ഏറ്റവും മുന്നിലെന്നാണ് അണിയറയിലുള്ള സംസാരം. കഴിഞ്ഞ വർഷം മമ്മൂട്ടി ആകെ 3 സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അബ്രഹാം ഓസ്ലർ, ഭ്രമയുഗം, ടെർബോ. മോഹൻലാൽ ആകട്ടെ 2 സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. മലൈക്കോട്ടെ വാലിബനും ബറോസും. ഇതിൽ ബറോസ് മോഹൻലാൽ നായകനായി അഭിനയിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ്. മികച്ച നടനായുള്ള മത്സരത്തിൽ ഇവരുടെ സാധ്യതകളാണ് സിനിമാ കമ്പം ഇവിടെ പരിശോധിക്കുന്നത്. മമ്മൂട്ടിയുടെ 3 സിനിമകളിൽ ഭ്രമയുഗമാണ് അവാർഡ് ജൂറി പരിഗണിക്കുന്നത്. ഭ്രമയുഗം എന്നത് മലയാളത്തിലെ ഒരു ശുദ്ധമായ ഹൊറർ സിനിമയാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി കൊടുമൺ പോറ്റി എന്ന ഒരു ഭീകര കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഭീതിയുടെയും ഭാവുകത്വത്തിന്റെയും അതിരുകൾ താണ്ടി ഒരു നടൻ എന്ന നിലയിൽ തന്റെ കഴിവുകൾ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞ കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി. ഈ സിനിമയുടെ ഹൊറർ ടോൺ മുഴുവനും മമ്മൂട്ടിയുടെ പ്രകടനത്തിലൂടെയാണ് ഇവിടെ നിർവചിക്കപ്പെടുന്നത്. ഇതിൽ മമ്മൂട്ടി ഹൊറർ സിനിമയുടെ ആത്മാവായി മനുഷ്യന്റെ ഇരുണ്ട വശങ്ങളെ അതിസൂക്ഷ്മമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കൊടുമൺ പോറ്റി എന്നത് ഒരു സാധാരണ വില്ലൻ കഥാപാത്രമല്ല. ഇതിൽ മനുഷ്യൻ, ഭീതി, അധികാരം, കാലാതീതത്വം എന്നിവ ചേർന്ന ഒരു സങ്കീർണമായ കഥാപാത്രമാണ് കൊടുമൺ പോറ്റി. ഇതിൽ ഈ സങ്കീർണത മുഴുവൻ മമ്മൂട്ടിയുടെ ഓരോ നോട്ടത്തിലും വാക്കിലും ചലനത്തിലുമെല്ലാം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ മമ്മൂട്ടിയുടെ വിജയം. ഇതിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന് ഒരു താളമുണ്ട്, ഒരു ശാന്തമായ താളം. എന്നാൽ ഈ ശാന്തമായ താളം ഒരു ഭീകരമായ അനുഭവമായി തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം പ്രേക്ഷകനെ അനുഭവിപ്പിച്ചെടുക്കുന്നു. മാത്രമല്ല, പലയിടങ്ങളിലും ഈ കഥാപാത്രത്തിന്റെ മൗനം പോലും പ്രേക്ഷകരിൽ ഭീതി പരത്തുന്ന രീതിയിൽ അദ്ദേഹം പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ശബ്ദ നിയന്ത്രണത്തിലുള്ള അനായാസ അദ്ദേഹം നിഷ്പ്രയാസം ഈ സിനിമയിൽ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ തന്റെ നടപ്പും ചിരിയും മുഖചലനങ്ങളുമെല്ലാം പ്രേക്ഷകരിൽ ഭീതി ഉണർത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഹൊറർ മൂവിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അപൂർവമായ അഭിനയ രീതിയാണ് അദ്ദേഹം ഈ സിനിമയിൽ പുലർത്തിയിരിക്കുന്നത്. ഈ സിനിമയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം മലയാള സിനിമയിൽ ഒരു ഹൊറർ യോണറിന് പുതുയുഗം തുറന്നു തരുന്നതാണ്. ഇതെല്ലാം മമ്മൂട്ടിയെ ഏറ്റവും മികച്ച നടനുള്ള ഈ വർഷത്തെ അവാർഡിന് അർഹനാക്കുമ്പോൾ തൊട്ടടുത്തായി തന്നെ മോഹൻലാലും ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ കൗതുകം. മോഹൻലാലിന്റെ 2 ചിത്രങ്ങളും അവാർഡ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ഇതിൽ മലൈക്കോട്ടെ വാലിബനിലെ വാലിബനായുള്ള മോഹൻലാലിന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ പ്രതീകാത്മകമായും സാങ്കേതികമായും ഏറ്റവും സമ്പന്നമായ പ്രകടനങ്ങളിൽ ഒന്നാണ്. ഈ സിനിമയാകട്ടെ ഒരു സാധാരണ ഫാന്റസി മാസ് സിനിമകളിൽ നിന്നും മുകളിലാണ് താനും. മോഹൻലാൽ വാലിബനായി മനുഷ്യന്റെ ശക്തിയും ദൗർബല്യവും ഒരുമിച്ച് പ്രകടിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ മലയാള സിനിമയിലെ തന്നെ ഒരു അപൂർവ സൃഷ്ടിയാണ്. അതിന്റെ ദൃശ്യഭംഗിയും ആഖ്യാന ശൈലിയും മാത്രമല്ല, അതിന്റെ തത്വചിന്താപരമായ ആഴവുമാണ് അതിനെ വേറിട്ട് നിർത്തുന്നത്. ദൈവികമായ ശക്തി ഉണ്ടായിട്ടും വാലിബൻ ആ ശക്തിയിൽ തന്നെ ശപിക്കപ്പെട്ടവരുമാണ്. ശരിക്കുള്ളിലും അനന്തമായ വിഷാദം ഒളിപ്പിച്ചിരിക്കുന്ന വാലിബൻ, അനശ്വരമായ ജീവിതത്തിനൊപ്പം കഠിനമായ വേദനയും കൊണ്ടു നടക്കേണ്ടി വന്നവൻ. വാലിബന്റെ ഈ ദ്വന്ദ്വാവസ്ഥകളെ അതീവ കൃത്യതയോടും അത്ഭുതകരമായ ശാന്തതയോടും കൂടി മോഹൻലാൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബറോസിലെ മോഹൻലാൽ 400 വർഷമായി ഭൂമിയിൽ ശപിക്കപ്പെട്ട് കുടുങ്ങിപ്പോയ ഒരു ഭൂതമാണ്. ശപിക്കപ്പെട്ടവൻ, കാത്തിരിപ്പുകാരൻ, രക്ഷകൻ, മനുഷ്യൻ എന്നിങ്ങനെ നിരവധി തലങ്ങളുണ്ട് മോഹൻലാലിന്റെ ബറോസ് എന്ന കഥാപാത്രത്തിൽ. പുറമേയുള്ള അഭിനയ പ്രകടനങ്ങളെല്ലാം കുറച്ച് മുഖഭാവം, കണ്ണുകൾ, ശബ്ദത്തിന്റെ തീവ്രത എന്നിവയിലൂടെ ഭൂതത്തിന്റെ ഒറ്റപ്പെടലും അനന്തമായ കാത്തിരിപ്പുമെല്ലാം അതിസൂക്ഷ്മമായി മോഹൻലാൽ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പുറമേ ശാന്തമെങ്കിലും
ഉള്ളിൽ അതികഠിനമായ ആത്മസംഘർഷം പേറുന്ന ഭൂതത്തെ തന്നിലൂടെ പ്രേക്ഷകരിൽ എത്തിക്കുന്നതിൽ മോഹൻലാൽ വിജയിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെട്ട സിനിമകളെ പരിശോധിക്കുകയാണെങ്കിൽ അവയ്ക്ക് ചില പൊതുവായ സാമ്യതകളുണ്ട്. രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ അളമാർന്ന മന്ദഗതിയിലുള്ള ചലനവും ഉറച്ച ശരീരഭാഷയും കുറഞ്ഞ സംഭാഷണങ്ങളിലൂടെയെല്ലാം മുന്നോട്ട് പോകുന്നതാണ്. ഇവരുടെ കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് സൂക്ഷ്മഭാവ ചലനങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തുമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയേക്കാൾ കൂടുതൽ ആന്തരിക തലങ്ങളും ദാർശനിക വ്യാപ്തിയും ആത്മീയ ഭാവങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മോഹൻലാൽ അവതരിപ്പിച്ച ബറോസും വാലിബനും. മമ്മൂട്ടിയുടെ കഥാപാത്രമാകട്ടെ ഹൊറർ എന്ന യോണറിനെ അടിസ്ഥാനമാക്കി വികസിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഭയത്തിനും അപ്പുറമുള്ള തലങ്ങളിലേക്ക് ആ കഥാപാത്രത്തിന് വികാസം ലഭിക്കാത്തത് കൊണ്ട് മമ്മൂട്ടിയുടെ അഭിനയ സാധ്യതകളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതിന് ആ സിനിമ ശ്രമിക്കുന്നില്ല. എന്നാൽ മോഹൻലാലിന്റെ രണ്ട് സിനിമകളും ഒരു ഫാന്റസിയും മാസും കലർന്ന ഒരു മിത്തിക് ടോൺ ഉണ്ട്. സിനിമയുടെ ആ മിത്തിക് ടോൺ അന്ധതാളത്തിൽ കഥാപാത്രത്തിന്റെ അമാനുഷിക പ്രവൃത്തികൾ പോലും മോഹൻലാൽ അത്ഭുതകരമായാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മോഹൻലാലിന്റെ പക്വതയാർന്ന അഭിനയ ശൈലിയുടെ ഉന്നതമായ തലമാണ് ഈ രണ്ട് സിനിമകളിലൂടെയും അദ്ദേഹം പ്രേക്ഷകന് മുന്നിലെത്തിക്കുന്നത്. ഈ രണ്ട് സിനിമകളും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനങ്ങളായി മാറുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് മോഹൻലാലിലേക്ക് എത്തുമെന്നാണ് സിനിമാ കമ്പം വിശ്വസിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.